ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളിൽ അത്ഭുതം പ്രകടിപ്പിച്ച് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. ലൈംഗികാതിക്രമം ഉൾപ്പെടെ റിപ്പോർട്ടിലുള്ള പല കണ്ടെത്തലുകളും അറിവുള്ളതല്ല എന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു. സിനിമയിലെ പവർ ഗ്രൂപ്പ് കാസ്റ്റിംഗ് കൗച്ച് എന്നീ കണ്ടെത്തലുകളെ അമ്മ തള്ളിക്കളയുകയാണ്. 2018 ഒരു നടി അമ്മയ്ക്ക് നൽകിയ ലൈംഗികാതിക്രമ പരാതി അബദ്ധത്തിൽ നൽകിയതായിരിക്കാമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പറഞ്ഞു. 2 വർഷം മുൻപ് ഹേമ കമ്മിറ്റി ശുപാർശകൾ ചർച്ച ചെയ്യാൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ യോഗം വിളിച്ചിരുന്നതായും അമ്മ ഭാരവാഹികൾ വെളിപ്പെടുത്തി. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകൾ ഉൾപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അവസാനം വാ തുറന്നു. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കിയ സംഘടന പക്ഷേ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ അജ്ഞത നടിച്ചു. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട്, അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നാണ് പറഞ്ഞത്. പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങി ഒരു 2-3 പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലുകളായ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് അറിയില്ലെന്നും ഇംഗിതത്തിന് വഴങ്ങാത്തവരുടെ അവസരം നഷ്ടമാക്കുന്ന പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിൽ ഇല്ലെന്നും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു. കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളൊരു വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയെന്ന സംഘടനയ്ക്ക് എതിരല്ല. ആരോപണങ്ങളിൽ പ്രതികളായിട്ടുള്ളവർക്കെതിരെ പോലീസ് അന്വേഷണം നടത്തട്ടെയെന്നും സിദ്ദിഖ് പറഞ്ഞു. അതേസമയം ലൈംഗികാതിക്രമ പരാതി തിലകന്റെ മകൾ നൽകിയിട്ടില്ലെന്നും അതിക്രമത്തെ മകൾ മനോഹരമായി കൈകാര്യം ചെയ്തുവെന്നും ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതാവണം, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നീട് അത് തുടരാൻ സമ്മതിച്ചിട്ടില്ല. അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്തതാണ് നമ്മളോട് പറഞ്ഞത്. തികച്ചും സ്വാഗതാർഹമാണ്. ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. 2018 ഒരു നടി നൽകിയ ലൈംഗികാതിക്രമ പരാതി പരിശോധിക്കുമെന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായത്തെ അപ്രസക്തമാക്കുന്നതായിരുന്നു വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയുടെ പരാമർശം. സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി. റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ആരും മോശമായി പെരുമാറിയിട്ടില്ലെന്നും അതിക്രമങ്ങൾ തുറന്നു പറഞ്ഞ ആരുടെയും അവസരം നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും എക്സിക്യൂട്ടീവ് അംഗമായ ജോമോൾ പറഞ്ഞു. അമ്മയുടെ അംഗങ്ങളിൽ 99% പേരെയും അന്വേഷണവുമായി ഹേമ കമ്മിറ്റി സമീപിച്ചിട്ടില്ല. മോഹൻലാലും മമ്മൂട്ടിയും കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി. അവരോട് വേതനം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചതെന്നും ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമാക്കി. എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.